യൂണിഫോം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കേരള പോലീസിൽ വർഷാവർഷം കൂടുകയാണ്. സർവീസ് കാലാവധി പൂർത്തിയാക്കാതെ സ്വയം വിരമിക്കുന്നതിന് അപേക്ഷ നൽകുന്നവരുടെ എണ്ണം കൂടി വരുന്നത് ഇക്കഴിഞ്ഞ 2019 മുതലാണ്. ഇത് റിപ്പോർട്ടർ നടത്തിയ പരിശോധനയിൽ ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകളിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പോലീസുകാർക്ക് ജോലിയിലെ മാനസിക സമ്മർദ്ദം നേരിടാനും കുടുംബം, ആരോഗ്യം, ജോലി എന്നിവയിലെ പ്രശ്നങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമായി എല്ലാ ജില്ലകളിലും സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിൽ പ്രത്യേക സംവിധാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഡിവൈഎസ്പി റാങ്കിലുള്ളവർ വരെ സർവീസിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. വിവിധ കാരണങ്ങളാലാണ് പോലീസ് കുപ്പായം ഉപേക്ഷിക്കുന്നത്. ഓഫീസർമാർ ഉൾപ്പെടെ 167 പേർ പുതുതായി VRS അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ട് പറയുന്നു. 2019 ജനുവരി മുതൽ 2023 സെപ്റ്റംബർ 30 വരെയുള്ള കാലത്ത് സംസ്ഥാനത്ത് 169 പോലീസുകാരാണ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയത്. ഇവരിൽ 148 പേർ സർവീസ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സ്വയം വിരമിച്ചു. 2023 സെപ്റ്റംബർ വരെ മാത്രം 81 പേർ അപേക്ഷ നൽകി 60 വിരമിക്കൽ നേടി. കോഴിക്കോട് സിറ്റി, മലപ്പുറം, ഇടുക്കി, കോട്ടയം, എറണാകുളം സിറ്റി എന്നീ പോലീസ് ജില്ലകളിലാണ് ഏറ്റവും അധികം ഉദ്യോഗസ്ഥർ സ്വയം വിരമിച്ചത്. 2019 14 പേരായിരുന്നു VRS എടുത്തതെങ്കിൽ 2020 15 ആയി. 2021 27 പേരും 2022 32 പേരും സ്വയം വിരമിച്ചു. VRS എടുത്തവരിൽ 4 പോലീസുകാർ 15 വർഷത്തിന് മുകളിൽ സർവീസ് ബാക്കിയുള്ളവരാണ്. 16 പേർ 10 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരുമാണ്. 128 പേർ 5 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവരാണ്. ഈ കണക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. VRS എടുത്തവരിൽ 3 പേരാണ് വനിതാ ഉദ്യോഗസ്ഥരായുള്ളത്. തൃശൂർ സിറ്റി, തൃശൂർ റൂറൽ, തിരുവനന്തപുരം റൂറൽ, പത്തനംതിട്ട പോലീസ് ജില്ലകളിലാണ് ഈ കാലയളവിൽ സ്വയം വിരമിക്കൽ താരതമ്യേന കുറവ്. പോലീസ് ഉദ്യോഗസ്ഥരിലെ VRS എടുക്കുന്ന ഒരു പ്രവണത സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിന് ജോലിയുടെ പരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട് എന്ന് വേണം സമീപകാലത്തെ ഇത്തരം VRS അപേക്ഷകൾ കൂടുന്നതിൻ്റെ കാരണമായിട്ട് സംഘടനകളും കരുതുന്നത്. VRS നേടിയ 148 പേരിൽ സിവിൽ പോലീസ് ഓഫീസർമാർ 13 പേരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ 42 പേരും സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ 2 പേരും SI ഗ്രേഡ് SIമാർ 47 പേരും ASI ഗ്രേഡ് ASIമാർ 44 പേരുമാണ്. കൂടുതൽ പേർ സേന വിട്ടുപോകുന്നത് തടയാൻ സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. സബ് ഇൻസ്പെക്ടർമാരുടെ പുതിയ ബാച്ചിൽ നിന്ന് 20ഓളം പേർ ജോലി വേണ്ടെന്ന് വെച്ച സംഭവം പരിഹാര മാർഗങ്ങൾ തേടാൻ ആഭ്യന്തര വകുപ്പിനെ നിർബന്ധിതമാക്കി. വർദ്ധിച്ചുവരുന്ന VRS പ്രവണത അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാമതായി പറയുന്നത് പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നതാണ്. ആവശ്യത്തിന് പോലീസുകാരില്ല എന്നതാണ് കേരള പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതുമൂലം ഡ്യൂട്ടി സമയം നീണ്ടുപോവുകയും ഓഫ്, അവധി എന്നിവ പോലീസുകാർക്ക് കൃത്യമായി കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്നു എന്നത് പോലീസുകാർ സ്ഥിരമായി ഉയർത്തുന്ന പരാതിയാണ്. CPOമാർ തൊട്ട് SI റാങ്കിലുള്ളവർ വരെയാണ് അമിത ജോലിഭാരത്തിന്റെ ഇരകളാകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും VRS എടുക്കാൻ പോലീസുകാരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന നിഗമനത്തെ തുടർന്ന് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്താനും നിർദ്ദേശമുണ്ട്. ഈ കാരണങ്ങൾ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് നല്ല നിലക്കുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സാധ്യമായിട്ടുള്ള വകുപ്പ് തല ഇടപെടലുകൾ, ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ സംഘടനാപരമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം SAP ക്യാമ്പിൽ പ്രവർത്തിച്ചുവരുന്ന ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് പോലുള്ള സംവിധാനങ്ങൾ ഓരോ ജില്ലയിലും ആരംഭിക്കണമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശവും നടപ്പിലാക്കാൻ വൈകുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.